അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് മെത്തേഡിൻ്റെ എക്സാമ്പിൾ ചെയ്തു. ഇനി അതിൻ്റെ തിയറി. അപ്പോൾ തിയറി ഇനിയിപ്പോൾ കൂടുതലായിട്ട് പറയാനൊന്നുമില്ല, കാരണം നമ്മൾ എക്സാമ്പിൾ ചെയ്ത അതിൻ്റെ തന്നെ ഒരു ഡിസ്ക്രിപ്ഷനാണ് പറയുന്നത്. അതായത് ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് മെത്തേഡ് ജനറൽ ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് മെത്തേഡിൽ എന്താ ചെയ്യുന്നത്, രണ്ട് സ്ട്രാറ്റജീസ് ഉണ്ട്. കൺസിസ്റ്റ്സ് ഓഫ് ടു സ്ട്രാറ്റജീസ്. ഏതൊക്കെയാണ് ആ സ്ട്രാറ്റജീസ്? വൺ സ്ട്രാറ്റജി consists in branching a problem. ഒരു പ്രോബ്ലം ബ്രാഞ്ച് ചെയ്യുക അല്ലേ, നമ്മൾ രണ്ടാക്കി മുറിക്കുന്നില്ലേ, അങ്ങനെ ചെയ്യുന്നതിന് ബ്രാഞ്ചിങ് പ്രോബ്ലം ഇൻറ്റു ടു സബ് പ്രോബ്ലംസ്. രണ്ട് സബ് പ്രോബ്ലംസ് ആയിട്ട് എന്ത് ചെയ്യുക, ബ്രാഞ്ച് ചെയ്യുക. ആൻഡ് ദ അതർ സ്ട്രാറ്റജി എന്താണ്? ആൻഡ് ദ അതർ in solving each of the two sub-problems to obtain the minimum or a suitable lower bound of the objective function. അപ്പം നമ്മൾ എന്താ പറഞ്ഞ്, രണ്ട് സ്ട്രാറ്റജീസ് ആണുള്ളത്. ഒന്നെന്താ വെച്ചാൽ ഇത് ബ്രാഞ്ച് ചെയ്യുക, പിന്നെന്താണ്, ആ ബ്രാഞ്ച് ചെയ്തതിനെ വീണ്ടും സോൾവ് ചെയ്യുക. അപ്പോൾ ഇഫ് ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ലോവർ ബൗണ്ട് കാണുമ്പോഴാണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മിനിമൈസ്ഡ് ആവുമ്പോൾ, ഇഫ് ദ ഒറിജിനൽ പ്രോബ്ലം ഈസ് ടു മിനിമൈസ് ദ ഒബ്ജക്റ്റീവ്. അപ്പോൾ ഒറിജിനൽ പ്രോബ്ലം മിനിമൈസേഷൻ പ്രോബ്ലം ആണെങ്കിൽ നമ്മൾ ലോവർ ബൗണ്ട് കാണുക, അല്ലെങ്കിൽ മാക്സിമൈസേഷൻ ആകുമ്പോൾ നമ്മൾ എന്ത് കാണണം, അപ്പർ ബൗണ്ടാണ് കാണേണ്ടി വരിക. അപ്പോൾ നമ്മൾ ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് മെത്തേഡിൽ രണ്ട് സ്ട്രാറ്റജീസ് ആണുള്ളത്. ഒന്നെന്താണ് ഇതിനെ കട്ട് ചെയ്യുക, ബ്രാഞ്ച് ചെയ്യുക. രണ്ടാമത്തത് ബ്രാഞ്ച് ചെയ്ത സാധനത്തിനെ നമ്മൾ സോൾവ് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ മിക്സഡ് ILP, അതായത് മിക്സഡ് ഇൻറ്റിജർ ലീനിയർ പ്രോഗ്രാമിൻ്റെ കേസാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ജനറലായിട്ട് അത് പറയണമെന്നുള്ളൂ. പിന്നെന്താണ്, അത് ഇൻറ്റിജർ ലീനിയർ പ്രോഗ്രാമിംഗ് ആകുമ്പോൾ അതിൽ എല്ലാതും ഇൻറ്റിജേഴ്സ് ആവണം എന്നുള്ളൊരു കണ്ടീഷനേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എടുക്കുക, ലെറ്റ് the problem be of the MILP type. മിക്സഡ് ഇൻറ്റിജർ പ്രോഗ്രാമിംഗ് ആണ് വിചാരിക്കുക. ടൈപ്പ് in which the variables xj, j equal to 1 2 3 etc. are integers and j equal to r plus 1 2 etc. n are real numbers. അപ്പോൾ എന്താ ഇപ്പോൾ പറഞ്ഞത്, നമ്മളൊരു മിക്സഡ് ഇൻറ്റിജർ പ്രോഗ്രാമിംഗ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ജെ ഈക്വൽ ടു r to 1 to r വരെയുള്ള ഇൻറ്റിജേഴ്സ് ആയിട്ടും ബാക്കിയുള്ളത് ഇൻറ്റിജേഴ്സ് ആവണമെന്നില്ല, കുറച്ചിൻ്റെ. അപ്പോൾ മിക്സഡ് ഇൻറ്റിജർ പ്രോഗ്രാമിംഗ് എന്ന് പറയുമ്പോൾ കുറച്ചെണ്ണം ഇൻറ്റിജേഴ്സ് ആവണം, കുറച്ചെണ്ണം ഇൻറ്റിജേഴ്സ് ആവണമെന്നില്ല. അപ്പോൾ 6 നമ്മൾ ഇൻറ്റിജേഴ്സ് ആയിട്ട് എടുത്തു, ബാക്കിയുള്ളത് ഇൻറ്റിജേഴ്സ് ആവണമെന്നില്ല എന്നുള്ളൊരു കണ്ടീഷന് നമ്മൾ കൊടുത്തു. ഇനിയിപ്പോൾ അത് ILP ആകുമ്പോൾ എന്താ പ്രശ്നം, ഈ 6 എന്താവും, n ആവും. കാരണം എല്ലാ വേരിയബിൾസും എന്താവണം, ഇൻറ്റിജേഴ്സ് ആവണം. ആ ഒരു വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ എഴുതുക, ദ പ്രോബ്ലം ഓഫ് ILP ഈസ് ILP, അതായത് ഇൻറ്റിജർ ലീനിയർ പ്രോഗ്രാമിംഗ് ബൈ ദ ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് മെത്തേഡ് is only a special case of mixed integer linear programming problem with r equal to n.
വിത്ത് ആർ ഈക്വൽ ടു എൻ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രത്യേകം അതിനൊന്ന് സെപ്പറേറ്റ് ചെയ്ത് ഡിസ്കസ് ചെയ്യുന്നില്ല. നമ്മൾ മിക്സഡ് ഇൻറ്റിജർ ലീനിയർ പ്രോഗ്രാമിങ്ങിൻ്റെ ആണ് കേസാണ് പറയുന്നത്. അപ്പോൾ ഇൻറ്റിജർ ലീനിയർ പ്രോഗ്രാമിംഗ് ആകുമ്പോൾ അവിടെ എന്ത് വ്യത്യാസം ഉണ്ടാവുള്ളൂ? ആർ ഈക്വൽ ടു എൻ ആകും എന്നുള്ളത്. അതായത് എല്ലാ വേരിയബിൾസും ഇൻറ്റിജേഴ്സ് ആകും. ആ ഒരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. നമ്മളെങ്ങനെ സ്റ്റാർട്ട് ചെയ്യും? വി സ്റ്റാർട്ട് വിത്ത് the related LP problem. With the related LP problem. We start with the related LP problem. And solve it to obtain a lower bound. And solve it to obtain a lower bound. Solve it to obtain a lower bound of its objective function. നമ്മൾ റിലേറ്റഡ് എൽ പി പ്രോബ്ലം കൺസിഡർ ചെയ്തിട്ട് എന്ത് ചെയ്യും? അതിന് നമ്മൾ ഒരു ലോവർ ബൗണ്ട് കണ്ടുപിടിക്കും. ഫസ്റ്റ് നമ്മൾ അതല്ലേ ചെയ്യാം അല്ലേ? അപ്പോൾ ഇനി if the optimal solution happens to satisfy the integer constraint also. അതായത് ഇൻറ്റിജർ കൺസ്ട്രെയിൻസ് കൂടി ആ നമ്മളെ ഇപ്പം കിട്ടിയ ഒപ്റ്റിമൽ സൊല്യൂഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ എന്താണ്? അത് തന്നെയാണ് നമ്മൾ ഒപ്റ്റിമൽ സൊല്യൂഷൻ ഓഫ് ദ MILP അല്ലേ? ഇറ്റ് ഈസ് ദ ഒപ്റ്റിമൽ സൊല്യൂഷൻ ഓഫ് ദി MILP. ഒപ്റ്റിമൽ solution of the given MILP അല്ലേ? എൽ പിൻ്റെ അതായത് കറസ്പോണ്ടിങ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിൻ്റെ ഒപ്റ്റിമൽ സൊല്യൂഷൻ കിട്ടിയത് ഒരു ഇൻറ്റിജർ സൊല്യൂഷൻ ആണെങ്കിൽ അത് തന്നെയായിരിക്കും എന്ത്? മിക്സഡ് ഇൻറ്റിജർ ലീനിയർ പ്രോഗ്രാമിങ്ങിൻ്റെ ഒരു ആ ഒപ്റ്റിമൽ സൊല്യൂഷനും അത് തന്നെയായിരിക്കും. ഇഫ് നോട്ട് അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക? നമുക്കവിടെ ഇൻറ്റിജർ അല്ലാത്തൊരു വേരിയബിൾ ഉണ്ടാവും അല്ലേ? ഇഫ് നോട്ട് then the value of at least one of the variables xj, xj എന്താവുക? j ഈക്വൽ ടു 1 2 എക്സെട്ര ആർ എണ്ണത്തിൽ. കാരണം നമ്മളിപ്പോൾ ഇൻറ്റിജേഴ്സ് ആവേണ്ടത് നമുക്ക് 6 വേരിയബിൾസ് ആണ്. അല്ലേ? 1 മുതൽ 2 വരെയുള്ള 6 വരെയുള്ള വേരിയബിൾസ് ആണ് എന്താവേണ്ടത്? ഇൻറ്റിജേഴ്സ് ആവേണ്ടത്. അപ്പോൾ ഇതൊരു ഇൻറ്റിജർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്നർത്ഥം ഈ 6 എണ്ണത്തിൽ ഏതോ ഒരു വേരിയബിൾ ഇൻറ്റിജർ അല്ല. അതുകൊണ്ടാണ് നമുക്ക് അതിൻ്റെ ഒപ്റ്റിമൽ ആവാത്തത് അല്ലേ? in that optimal solution is not integral. In that optimal solution is not integral. അതായത് ഇൻറ്റിജർ അല്ല എന്ന് വിചാരിക്കുക. let xp be one such variable. അത്തരത്തിലുള്ള ഒരു വേരിയബിളാണ് എന്ത്? എക്സ് പി എന്ന് എടുക്കുക. അപ്പോൾ എക്സ് പി എന്താണ്? ഇൻറ്റിജർ അല്ല. And at the optimal solution, let xp equal to b. Optimal solutionൽ xpൻ്റെ വാല്യൂ എത്രയാണ്? b എന്നാണ്. where b is not an integer. ഇനി എന്താ വിചാരിക്കുക? let integer part of b be the എന്താണത്? ലാർജസ്റ്റ് ഇൻറ്റിജർ ലെസ് ദാൻ ബി. ബിനേക്കാളും അല്ലേ ഇൻറ്റിജർ പറഞ്ഞാൽ നമുക്കറിയാം ലാർജസ്റ്റ് ഇൻറ്റിജർ ലെസ് ദാൻ ബി ആണ്. സിൻസ് ബി ബീയിങ് നോൺ ഫിവിസിബിൾ ഈസ് നോൺ നെഗറ്റീവ്. Integer part of b is also non-negative. അതെന്താ പറഞ്ഞത്? നമ്മുടെ സൊല്യൂഷൻ എന്താണ്? ഒപ്റ്റിമൽ സൊല്യൂഷനാണ്. അപ്പോൾ അത് ഫിവിസിബിൾ ആവണം. അപ്പോൾ എക്സ് പി ഈക്വൽ ടു ബി എന്നിപ്പോൾ നമ്മൾക്ക് കിട്ടിയത് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഈ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ പാർട്ട് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ബിനേക്കാളും വലിയ ഇൻറ്റിജർ. അപ്പോൾ ഇത് പോസിറ്റീവ് ആണെങ്കിൽ പിന്നെ ഇതും എന്ത് തന്നെയായിരിക്കും? അതിനേക്കാൾ വലിയ ഇൻറ്റിജർ അല്ലേ? അപ്പോൾ അതും എന്ത് തന്നെയായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇൻറ്റിജർ പാർട്ട് ഓഫ് ബി എന്ത് തന്നെയായിരിക്കും? നോൺ നെഗറ്റീവ് ആയിരിക്കും. ഇനി നമ്മൾ എന്താ ചെയ്യുക? അപ്പോൾ നമ്മളിങ്ങനെ ഇല്ലേ, നമ്മൾ ഇൻറ്റിജർ അല്ലാത്തൊരു പ്രോബ്ലം എടുത്തു. അത് ഇൻറ്റിജർ അല്ലെങ്കിൽ
അത് ഏത് ഇൻ്റർവെലിൻ്റെ ഇടയിലാണോ കിടക്കണേന്ന് നോക്കും. അതനുസരിച്ച് നമ്മൾ വീണ്ടും 2 കൺസ്ട്രെയിൻസ് ഉണ്ടാക്കും. എന്നിട്ട് നമ്മൾ പ്രോബ്ലത്തിന് എന്ത് ചെയ്യും, ബ്രാഞ്ച് ചെയ്യും അല്ലേ. formulate 2 sub problems designed as problem 1 and 1 2 അല്ലേ. നമ്മൾ 2 സബ് പ്രോബ്ലംസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. imposing on problem 1. പ്രോബ്ലം 1ൽ എന്താ ഇമ്പോസ് ചെയ്യുക, ദ അഡീഷണൽ കൺസ്ട്രെയിൻറ്റ് ഏത് അഡീഷണൽ കൺസ്ട്രെയിൻറ്റാ, എക്സ് പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻറ്റിജർ പാർട്ട് ഓഫ് ബി. ആ ഒരു കൺസ്ട്രെയിൻറ്റ് നമ്മൾ പ്രോബ്ലം 1ൽ കൊടുക്കും. ആൻഡ് എക്സ് പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ബി പ്ലസ് 1 അല്ലേ. അത് നമ്മൾ ആ 2 ബൗണ്ട് എടുക്കുമ്പോൾ ഒന്ന് ഇൻറ്റിജർ പാർട്ട് ഓഫ് ബിയും വരും, മറ്റേതെന്താണ് ഇൻറ്റിജർ പാർട്ട് ഓഫ് ബി പ്ലസ് 1 ആണ് അടുത്ത കൺസ്ട്രെയിൻറ്റ് വരിക റെസ്പെക്റ്റീവ്ലി. അപ്പം നമ്മളെ പ്രോബ്ലം 1 എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം, നമ്മൾ തുടങ്ങുമ്പോൾ ഉള്ള പ്രോബ്ലം ആട്ടോ. അതിനെ നമ്മൾ ഡിസൈൻഡ് ആസ് പ്രോബ്ലം 1, അത് ഞാൻ അവിടെ എഴുതാൻ വിട്ടിട്ടുണ്ട്. നിങ്ങൾ ടെക്സ്റ്റിൽ നോട്ട് എഴുതുമ്പോൾ അതും എഴുതണേ. ഡിസൈൻഡ് ആസ് ഫസ്റ്റത്തെ, അതായത് നമ്മൾ റിലേറ്റഡ് LP പ്രോബ്ലത്തിന് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്, ഡെസിഗ്നേറ്റഡ് ആസ് പ്രോബ്ലം 1. പ്രോബ്ലം 1 ആയിട്ട് ഡെസിഗ്നേറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ സബ് കണ്ടീഷനായിട്ടാണ് പ്രോബ്ലം 1 പ്രോബ്ലം 1 വരുന്നത്. അപ്പോൾ അതിൽ എന്താ കൊടുക്കുക, പ്രോബ്ലം 1ൽ നമ്മൾ 2 കണ്ടീഷൻ എക്സ്ട്രാ, എക്സ് പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് പറഞ്ഞ കണ്ടീഷൻ കൊടുക്കും. അത് 1 എക്സ് പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി പ്ലസ് 1, ഇൻറ്റിജർ പാർട്ട് ഓഫ് ബി പ്ലസ് 1 കൊടുക്കുന്നത് 1 2 എന്നുള്ള പ്രോബ്ലത്തിലും കൊടുക്കും. ദിസ് ഓപ്പറേഷൻ ഈസ് കോൾഡ് ബ്രാഞ്ചിങ്. ഈ ഓപ്പറേഷനെയാണ് നമ്മൾ എന്ത് പറയുക, ദിസ് ഓപ്പറേഷൻ 2 ആയിട്ട് നമ്മൾ 2 കണ്ടീഷൻ കൊടുത്ത് സ്പ്ലിറ്റ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുക, ഈസ് കോൾഡ് ബ്രാഞ്ചിങ്. നമ്മൾ പ്രോബ്ലത്തിൽ പറഞ്ഞതാണ് അതൊക്കെ. ഇനെന്താണ്, ഈച്ച് ഓഫ് ദ ടു പ്രോബ്ലംസ് 1 സബ് പ്രോബ്ലംസ് കേട്ടോ, സബ് പ്രോബ്ലംസ് 1 and 1 2 ഈസ് നൗ treated as an independent problem. And subjected to the same operation ആസ് പ്രോബ്ലം 1. ഈ 2 പ്രോബ്ലം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് നമ്മളിപ്പോൾ പ്രോബ്ലം 1ൽ ചെയ്തതുപോലെ എന്ത് ചെയ്യാം. നെയിംലി എന്താ ചെയ്യണത്, ഒബ്റ്റെയിനിങ് ദ മിനിമം, എന്തൊക്കെ ചെയ്യണത്, ഒബ്റ്റെയിനിങ് ദ മിനിമം ഓഫ് ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ, അല്ലേ. ഈ 2 1 1 1 2 എന്നുള്ള 2 എണ്ണത്തിലും മിനിമം കണ്ടുപിടിക്കും ഓഫ് ദി ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. and then if necessary branching. അതായത് ഇതെന്തേ പറഞ്ഞത്, ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 1 1 1 2 എന്ന് പറഞ്ഞാൽ 2 പ്രോബ്ലം ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. ഈ 1 1നെയും 1 2നെയും നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എടുത്ത് 2ഉം സോൾവ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഒരു ലോവർ ബൗണ്ട് കണ്ടുപിടിക്കുക. പിന്നെ എന്ത് ചെയ്യുക, ഇനി അവിടെ നമുക്ക് മാക്സിമം, അതായത് ഇൻറ്റിജർ അല്ല കിട്ടണമെങ്കിൽ നമ്മൾ വീണ്ടും എന്ത് ചെയ്യേണ്ടിയും ഡിവൈഡ് ചെയ്യണം. അപ്പോൾ വീണ്ടും എന്തെങ്കിലും ബ്രാഞ്ച് ചെയ്യുക. ഈ പ്രോസസ്സ് എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക അല്ലേ. അപ്പോൾ ദിസ് ബ്രാഞ്ച് ആൻഡ് ബൗണ്ട്, അപ്പോൾ ബ്രാഞ്ച് കാണുക, ബൗണ്ട് അതിൻ്റെ ലോവർ ബൗണ്ട് കണ്ടുപിടിക്കുക, അതാണ് ബ്രാഞ്ച് ആൻഡ് ബൗണ്ട്. പ്രോസസ് എന്ത് ചെയ്യണം, ഈസ് കണ്ടിന്യൂഡ് ത്രൂ റിസൾട്ടിങ് സബ് പ്രോബ്ലംസ്. അങ്ങനെ റിസൾട്ട് ചെയ്ത് വരുന്ന എല്ലാ സബ് പ്രോബ്ലംസിലും ഇതെന്ത് ചെയ്യുക, റിസൾട്ടിങ് സബ് പ്രോബ്ലംസ് ഇത് കണ്ടിന്യൂ ചെയ്യാം. വിച്ച് ഫാൻ ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഫാൻ ഔട്ട് ഫ്രം പ്രോബ്ലം 1 ആസ് എ ട്രീ. ഇപ്പോൾ ഫാൻ ഔട്ട് എന്ന് പറഞ്ഞാൽ അതങ്ങനെ പരക്കുക, ഒരു ട്രീ പോലെ, അതായത് പ്രോബ്ലം 1 നമ്മളൊരു ട്രീ പോലെ എന്ത് ചെയ്യുകയാണിത് ഉണ്ടാക്കിയെടുക്കുകയാണ് അല്ലേ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, കണ്ടിന്യൂ ചെയ്യാം. ബ്രാഞ്ചിങ് ടെർമിനേറ്റ്സ്. എപ്പോഴാണ് ഈ ബ്രാഞ്ചിങ് ടെർമിനേറ്റ് ചെയ്യുക, ബ്രാഞ്ചിങ് ടെർമിനേറ്റ്സ് when any of the following
3 conditions arise. 3 conditions arise. ഈ ബ്രാഞ്ചിങ് എപ്പോഴാണ് നിൽക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ താഴെ പറയുന്ന 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് നമ്മുടെ ബ്രാഞ്ചിങ് അവസാനിക്കുക. അപ്പോൾ ഇത് ഫസ്റ്റ് കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? ദ സബ് പ്രോബ്ലം yields an optimal solution which satisfies the integer constraint on all the variables xj, j equal to 1, 2, 3, etc. are the subproblem is then said to be fathomed. Said to have been fathomed. നമ്മൾ പറഞ്ഞിരുന്നില്ലേ, അപ്പോൾ നമുക്കൊരു സബ് പ്രോബ്ലം നമ്മൾ ചെയ്തപ്പോൾ നമുക്കവിടെ ഇൻറ്റിജർ സൊല്യൂഷൻ കിട്ടി. അപ്പോൾ നമ്മളവിടെ ഒപ്റ്റിമൽ ആയിട്ട് എടുക്കൂല, അതെന്താ നമ്മൾ എടുക്കുക? ഫാത്തോംഡ് ആയിട്ട് എടുക്കും അല്ലേ. ഇനി രണ്ടാമത്, അപ്പോൾ അവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും, പിന്നെ അതിന് ബ്രാഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി വേറെ കേസ് എപ്പോഴാണ് വരിക? രണ്ടാമത്തെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ദ ഒപ്റ്റിമം അപ്പോൾ നമ്മളിവിടെ ഒപ്റ്റിമം എന്ന് പറയുന്നത് മിനിമം ആയിട്ടാണ് എടുക്കുന്നത്, മാക്സിമം വരുന്ന കേസും ഉണ്ടാവും. ഒപ്റ്റിമം വാല്യൂ ഓഫ് ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ in the subproblem is not lower than the minimum value of the objective function in a subproblem which has been fathomed. എന്താ പറഞ്ഞത്? അപ്പോൾ നമുക്ക് ഒരു സബ് പ്രോബ്ലം ഫാത്തോംഡ് കിട്ടി. അപ്പോൾ നമ്മൾ ഇനി അതിനെ ബ്രാഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ പക്ഷേ നമ്മൾ വേറൊരു പ്രോബ്ലത്തിനൊക്കെ ബ്രാഞ്ച് ചെയ്ത് കിട്ടിയപ്പോൾ നമുക്കൊരു സൊല്യൂഷൻ കിട്ടി. ഇൻറ്റിജർ അല്ല, പക്ഷേ വേറൊരു സൊല്യൂഷൻ കിട്ടി. പക്ഷേ അതിൻ്റെ ലോവർ ബൗണ്ട്, അതിൻ്റെ ഒപ്റ്റിമം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഫാത്തോം ചെയ്തതിനേക്കാളും വലിയൊരു നമ്പറാണ് വിചാരിക്കുക. അതിനേക്കാൾ ചെറുതാണെങ്കിൽ നമ്മൾ വീണ്ടും പ്രൊസീഡ് ചെയ്യുള്ളൂ. ഫാത്തോം ചെയ്ത ഒരു വാല്യൂ ഉണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ നമ്പറാണ് ഇപ്പോൾ കിട്ടിയെങ്കിൽ നമ്മൾ പിന്നെ എന്ത് ചെയ്യും? അവിടെ അത് പിന്നെ കൺസിഡർ ചെയ്യൂല, അവിടെ നമ്മൾ ടെർമിനേറ്റ് ചെയ്യും. നമ്മൾ പ്രോബ്ലം ചെയ്തപ്പോൾ പറഞ്ഞിരുന്നില്ലേ, നമുക്കൊരു ഫാത്തോമിൻ്റെ കേസ് കിട്ടി, പിന്നെ നമ്മളൊരു പ്രോബ്ലം പിന്നെ ഇങ്ങനെ ചെയ്തപ്പോൾ നമുക്കൊരു സൊല്യൂഷൻ കിട്ടി. പക്ഷെ അത് ഇൻറ്റിജർ അല്ല, പക്ഷേ അവിടുത്തെ വാല്യൂ എന്താണ്? ഇപ്പോൾ നമ്മൾ ഫാത്തോം ചെയ്തതിനേക്കാൾ വലുതാണ്, ചെറുതല്ല. നമുക്ക് മിനിമമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ചെറുതാണെങ്കിലേ പ്രൊസീഡ് ചെയ്യുള്ളൂ, വലുതാണെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യും? ടെർമിനേറ്റ് ചെയ്യും. നമ്മൾ പ്രോബ്ലം ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു കേസിൽ നമ്മൾ എന്ത് ചെയ്യും? ബ്രാഞ്ചിങ് ടെർമിനേറ്റ് ചെയ്യും. മൂന്നാമത്തെ കേസ് എപ്പോഴാണ്? ദ സബ് പ്രോബ്ലം ടേൺസ് ഔട്ട് ടു ബി ഇൻഫീസിബിൾ അല്ലേ. സബ് പ്രോബ്ലം ഇൻഫീസിബിൾ ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? അവിടുന്ന് പിന്നെ ബ്രാഞ്ച് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ. അപ്പോൾ ഈ 3 കണ്ടീഷൻസ് വരുമ്പോഴാണ് നമ്മൾ ബ്രാഞ്ച് ചെയ്യൽ ടെർമിനേറ്റ് ചെയ്യുക. ഇനി എപ്പോഴാണ് ഒരു മിനിറ്റ്, പിന്നെ ഇതിലുള്ള ഒരു ഇതെന്താ വെച്ചാൽ നമ്മൾ സെക്കൻഡും തേർഡിലും, ഇപ്പം ഫസ്റ്റ് കേസിൽ നമ്മൾ എന്താ പറയുക? ഫാത്തോംഡ് എന്ന് പറയും. സെക്കൻഡും തേർഡും കണ്ടീഷന്, അതായത് ഒന്നെങ്കിൽ ഇൻഫീസിബിൾ ആവുക, അല്ലെങ്കിൽ എന്താവുക? അവിടെ പിന്നെ അത് മിനിമം പിന്നെ കിട്ടൂല എന്നുള്ളത് വരിക. അങ്ങനെയാണെങ്കിൽ അതിന് നമ്മൾ എന്താ പറയുക? പ്രൂവ്ഡ് എന്ന് പറയും അല്ലേ. അപ്പോൾ അത് പറയാം. അപ്പോൾ അത് എഴുതിക്കോളൂ. ദ സബ് പ്രോബ്ലംസ് falling under കേസ്, ഇപ്പോൾ മുകളിൽ പറഞ്ഞ കേസുകൾ കേട്ടോ, കേസ് 2 and 3 ആർ സെഡ് ടു ബി എന്താ പറയുക? പ്രൂവ്ഡ് എന്ന് പറയും. ആർ സെഡ് ടു ബി പ്രൂവ്ഡ് വെൻ ഓൾ ദ സബ് പ്രോബ്ലംസ്. ഇനി ഇത് എപ്പോഴാണ് അവസാനിക്കുക? വെൻ all the subproblems
problems obtained through branching have been either fathomed or pruned. അപ്പോൾ ഒന്നെങ്കിൽ എന്താവും, എല്ലാ സബ് പ്രോബ്ലംസും എപ്പോഴാണ് ഒന്നെങ്കിൽ ഫാത്തോംഡ് ആവണം, പ്രൂവ്ഡ് ആവണം. ആ രണ്ട് കണ്ടീഷനും എപ്പോഴാണ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താവും, ദ ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് അൽഗോരിതം ടെർമിനേറ്റ്സ്. അപ്പോൾ അവിടെ അത് എന്താവും, അവസാനിക്കും. അപ്പോൾ എല്ലാ സബ് പ്രോബ്ലംസ് നമുക്ക് കൺസിഡർ ചെയ്യുന്നതും ഒന്നെങ്കിൽ ഫാത്തോംഡ് ആവണം അല്ലെങ്കിൽ പ്രൂവ്ഡ് ആവണം. ആ കേസിൽ എന്താവും, ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് മെത്തേഡ് ടെർമിനേറ്റ് ചെയ്യും. ഇനി എന്താ ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്താ കിട്ടുക, ദ ഫാത്തോംഡ് സബ് പ്രോബ്ലം with the lowest minimum gives the answer to the original problem. അപ്പോൾ നമ്മൾ ഈ ഫാത്തോംഡ് എള്ളിയിൽ ഏറ്റവും മിനിമം ഏതാണ്, നമ്മളോട് മിനിമം ചോദിച്ചിട്ടാണെങ്കിൽ അതിൽ എള്ളിയിൽ ഏറ്റവും മിനിമം ഏതാ വരുന്നത്, അതായിരിക്കും എന്ത്, നമ്മളെ ഒറിജിനൽ പ്രോബ്ലത്തിൻ്റെ ഒപ്റ്റിമൽ സൊല്യൂഷൻ വരിക. ഇതാണ് എന്ത്, നമ്മുടെ ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെത്തേഡിൻ്റെ നോട്ട്സ് ഞാൻ അയക്കാം. നോട്ട്സ് ഞാൻ ഏകദേശം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അത് നോക്കിയിട്ട് അത് വെച്ചിട്ട് എഴുതിയാൽ മതി. അപ്പോൾ അതൊന്ന് കംപ്ലീറ്റ് ആക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.